ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കായിരുന്നു. ചെറിയൊരു കാർ എടുത്തു, ചെറിയൊരു കാർ, ഒരു ആൾട്രോസ് ടാറ്റ. അന്നേരം അതിൻ്റെ കുറച്ച് തിരക്കുകളും ചെറിയൊരു കാർ പോർച്ച് പണിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പരിപാടികളായിരുന്നു. വേറെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട, ഓക്കെ ബ്രോ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇന്നലത്തെ കളി കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള സമാധാനോടെ പോയി. പണ്ടാരം തെണ്ടികൾ ധാരകൾ ട്രോമ അടിച്ചു പോയി ഇന്നത്തെ കളി കണ്ടിട്ട്. അർജന്റീനിയൻ ഫാൻസ് ഊക്ക് കൂട്ടുകയാണെങ്കിൽ ദേ ഡിസർവിങ് ദാറ്റ്. കാര്യം അമ്മാതിരി അലവലാതി കളിയാണ് ഇന്നലെ അമ്മമാര് കളിച്ചത്. കരയാൻ പോലുമുള്ള അർഹതയില്ല ഒരാളൊഴിച്ച്. സത്യത്തിൽ നമ്മൾ ഒരു ഫൈനലൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ തോറ്റ് കഴിഞ്ഞാൽ ഒരു വിഷമം തോന്നും ഒരു അർജന്റീനിയൻ ഫാൻ എന്ന നിലയിൽ. പക്ഷെ ഇന്നലത്തെ കളി കണ്ടതിന് ശേഷം ഒരു വിഷമോ ഒരു മാങ്ങണ്ടിയും തോന്നിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ കളിച്ച് പൊരുതി തോറ്റുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കളിച്ചിട്ട് തോറ്റു പോയല്ലോ എന്നുള്ള ഒരു സാധനം അടിക്കും. ഇത് കളിച്ചെങ്കിലേ എനിക്ക് ആ ഒരു വിഷമം ആ ചെറുക്കൻ ഇമിലിയാനോ മാർട്ടിനസ് ഗോൾ കീപ്പർ അവനെ ഓർത്ത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വേൾഡ് കപ്പും നേടിക്കൊടുത്തത് അവനാണ്, അവൻ്റെ ലാസ്റ്റേഴ്സ് സേവ്. ഈ വേൾഡ് കപ്പ് ബാക്കി എല്ലാവന്മാരെക്കാളും കൂടുതൽ ഈ വേൾഡ് കപ്പ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈമിലോട്ട് കൊണ്ടുപോകാൻ തള്ളിവിടാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 അതിൻ്റെ അപ്പുറം നോക്കി. എന്നിട്ട് പോലും അവൻ ഒറ്റയ്ക്ക് തുഴഞ്ഞാൽ പറ്റൂലല്ല, കൂടെയുള്ള അവന്മാർ കൂടെ തോന്നണമല്ല. ബാക്കിയുള്ളവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം സ്പെയിൻ കംപ്ലീറ്റ്ലി അർജന്റീനയെ തൊടിയിപ്പിച്ചില്ല. കളി കഴിഞ്ഞതിന് ശേഷം പോലും ബാൾ അമ്മമാരുടെ കയ്യിലിട്ട് തൊടാൻ കൊടുത്തില്ല. അതിനാണെന്ന് തോന്നുന്നു അടി നടന്നത്. അമ്മാതിരി കളിയായിപ്പോയടേ ഇന്നലത്തെ കളി. ഈ വേൾഡ് കപ്പ് ഇത്രയും ഒരു കൂതറ മാച്ച് സീരിയസ്ലി ഒരു ടീമും കളിച്ചിട്ടില്ല. അർജന്റീനയുടെ ഇതുവരെയുള്ള എല്ലാ മാച്ചും ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു, ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന മാച്ചായിരുന്നു. പക്ഷെ ഇന്നലത്തേത് അർജന്റീന പ്ലേയേഴ്സിന്റെ കാലിൽ ബോൾ കിട്ടുന്നില്ല. മെസ്സിക്കൊക്കെ ഒന്നും ചെയ്യാനില്ല. മെസ്സി മൊത്തം ഇന്നലെ കണ്ട് 27 പാസ് എങ്ങാണ്ട് മാത്രമാണ് കൊടുത്തത്. 27 പാസ് മെസ്സിയുടെ കാലിൽ കിട്ടിയത്. ഒരൊറ്റ ഗോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് പോലും മെസ്സിയെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇന്നലത്തെ ഇത് കണ്ട് തന്നെ മനസ്സിലാവും. വേണ്ട ഓഫ് സൈഡിന്റെ കാര്യത്തിൽ മാത്രം ഒരെണ്ണം ഇവർക്ക്, ബാക്കി അവന്മാർക്ക് 4 എണ്ണം. അവന്മാർ ഓഫ് സൈഡ് 4 എണ്ണം വരാൻ കാര്യം എന്താ, അവന്മാർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ഓഫ് സൈഡ് ആയത്. ബാക്കി മൊത്തം സ്പെയിൻ്റെ ഭാഗത്താണ്. നമ്പർ ഓഫ് ഷോട്ട് 20 എണ്ണം അവന്മാര് ശ്രമിച്ചു, ഇവിടെ 2 എണ്ണം. ഷോട്ട് ഓൺ ടാർഗറ്റ് എനിക്കൊന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഷോട്ട് ഓൺ ടാർഗറ്റ് 0 കിടക്കുന്നത്. ഈ പാസ് കണ്ടോ, നമ്പർ ഓഫ് പാസിംഗ് ആക്യുറസി 90, ഇവിടെ 78. നമ്പർ ഓഫ് പാസസ് നോക്ക്, ഇത് 803, അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് 445. ഇത് 110ാമത്തെ മിനിറ്റിൽ ഇവന്മാർക്ക് 700-ഉം അർജന്റീനയ്ക്കും 303 അങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനത്തെ 10 മിനിറ്റ് ഇവന്മാർ എന്തൊക്കെയോ ഒന്ന് കാട്ടിക്കൂട്ടാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ പാസിന് 140 എണ്ണം 155 എണ്ണം കയറിയത്. അല്ലെങ്കിൽ 50% താഴെ മാത്രമേ അർജന്റീനക്കാർ പാസ് പോലും കൊടുത്തിട്ടുള്ളൂ. അത്രയും ശോകം കളി. സത്യത്തിൽ വന്നൊരു തോൽവിൽ നിന്നാണ് നമ്മുടെ മാർട്ടിനസ് അർജന്റീന രക്ഷിച്ചത്. വലിയൊരു തോൽവി. കാര്യം ഇന്നലത്തെ ആ ഒരു കളിയിൽ നിന്ന് മാത്രം 11 സേവാണ് പുള്ളി നടത്തിയത്. 11 സേവ് ഇന്നലത്തെ ഒറ്റ കളിയിൽ നിന്ന്. മറ്റേ ഗോൾഡൻ കൈ കിട്ടിയ സ്പെയിനിന്റെ ഗോൾ കീപ്പർ ഉണ്ടല്ലോ, പുള്ളി എൻറ്റയർ വേൾഡ് കപ്പ് ടൂർണമെന്റിൽ 10 സേവേ നടത്തിയിട്ടുള്ളൂ. എൻറ്റയർ മാർട്ടിനസ് ഒറ്റ കളിയിൽ നിന്ന് 11 എണ്ണം. അതാണ് നമ്മുടെ ഗോൾ കീപ്പറിന്റെ കഴിവ്. അവനോടങ്ങാണ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നല്ല, നാണം കെട്ട് തോറ്റേനെ. നിങ്ങൾ ആലോചിക്കണം, ആ പുള്ളി ഒടിഞ്ഞ റിംഗ് ഫിംഗർ പുള്ളിയുടെ ഒടിഞ്ഞിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പ് മൊത്തം ഈ ഒടിഞ്ഞ ഫിംഗർ വെച്ചോണ്ടാണ് പുള്ളി കളിച്ചേക്കുന്നത്. സർജറി വേണമെന്ന് പറഞ്ഞിട്ട് അത് വേണ്ട, എനിക്കിത് കളിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നിട്ട് ആ വേദനയെ സഹിച്ചുകൊണ്ടാണ് വന്നിരുന്നിട്ട് പുള്ളി കളിക്കുന്നത്. പുള്ളിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നു ഈജിപ്റ്റുമായിട്ടുള്ള കളിയുടെ തൊട്ടുമുമ്പാണ് പ്രോപ്പറായിട്ടൊന്ന് പരിശീലിക്കാൻ വരെ പറ്റിയത്. എന്നിട്ടും പുള്ളി ഇത്രയും കഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു അംശം പോലും ബാക്കിയുള്ള പ്ലേയേഴ്സ്, എനിക്കറിയില്ല, അതോ സ്പെയിൻ അത്രയും കിടിലൻ കളി കളിച്ചുകൊണ്ടാണോ, അതോ അർജന്റീന ഇത്രയും മോശം കളി കളിച്ചുകൊണ്ടാണോ? ഓഫ് കോഴ്സ് എനിക്ക് എൻ്റെ വിശ്വാസം അർജന്റീന അത്ര മോശം കളി കളിച്ചുകൊണ്ടാണെന്നാണ്. സ്പെയിൻ കളിച്ചു, പക്ഷെ എന്നാൽ പോലും അർജന്റീന ഈ ടൂർണമെന്റ് ഇതുവരെ കളിച്ചത് ഏറ്റവും മോശം കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം കളി. അതിനകത്ത് വേറൊരു വാക്കില്ല. സ്പെയിന് അർജന്റീനയുടെ പെനാൽറ്റി ബോക്സിനുള്ളിൽ 31 ടച്ചാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ അർജന്റീന വെറും 8. ഷോട്ട് ഓൺ ടാർഗറ്റില്ലെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അർജന്റീനയുടെ എന്താ സംഭവിച്ചിരുന്നല്ലേ. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിന്റെ പകുതി മാത്രമേ ഇന്നലെ കളി കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഗ്രൗണ്ടിന്റെ പകുതി. മറ്റേ പുള്ളി അവിടെ കിടന്ന് വിരിച്ച് ഉറങ്ങുമായിരുന്നു തോന്നുന്നു. അവനെ ലാസ്റ്റ് 118ാമത്തെ മിനിറ്റിലെങ്ങാണ്ടാണ് സ്പെയിൻ്റെ ഗോൾ കീപ്പറെ നമ്മൾ കാണുന്നത്. അല്ലാതെ കണ്ടിട്ടില്ല. എനിക്ക് പുള്ളി തന്നെ ഇങ്ങനെ ബോൾ പിടിച്ചിട്ട് ചാടി ഇങ്ങനെ ആഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു. ഫൈനലിൽ ഒരു ഡൈവ് ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു. പുള്ളി തന്നെ ബോൾ പിടിച്ചിട്ട് ഇങ്ങോട്ട് ചാടുന്നുണ്ട് ഏറ്റവും അവസാനം. കാര്യം അങ്ങോട്ട് ഉരുണ്ടാ വരുന്നത്, ഇങ്ങനെ എടുത്ത് നടാ മക്കളെ
അടുത്തത് പറഞ്ഞും കൊടുത്താൽ മതി. അവർക്ക് ഒരു പണിയെടുക്കണ്ടായിരുന്നു. ഇന്നലെ ഒന്നും ചെയ്യാതെ 5 സ്റ്റാറും കഴിച്ചോണ്ട് നിന്ന വ്യക്തിയാണ് സ്പെയിന്റെ ഗോൾ കീപ്പർ. ഒരു പണി എടുക്കണ്ടായിരുന്നു. അർജന്റീനൻ ഫാൻസ് ഊക്ക് മേടിച്ച് കൂട്ടുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസർവിങ് ആണ്. കാര്യം അത്രയും ഊക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയായിരുന്നു. ഒരു പൊരുതി തോറ്റെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. അയ്യോ, എനിക്ക് ഇത്രയും അർജന്റീനയെ വെറുക്കുന്ന ആളുകൾ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവും. അർജന്റീനയെ ഹേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നറിയാം. പക്ഷെ ഇത്രയും ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ആളുകൾ അർജന്റീനയെ വെറുക്കുന്നു എന്ന് ഇന്നലെ തോറ്റപ്പോഴാണ് മനസ്സിലായത്. കാര്യം അർജന്റീന ജയിച്ചതിനേക്കാളും ആഹ്ലാദം, സന്തോഷം എല്ലാവർക്കും. എന്തുവാണ് ഇത്? അവന്മാരെന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. ഇത് ഈ വെല്ലുവിളിച്ച കുറെ അമ്മാനുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട്. ഈ പെമ്പിള്ളാര് വെല്ലുവിളിച്ചു, ഒരു തുണിയില്ലാതെ തേരാപ്പാറ നടക്കുന്നു, ബസ് സ്റ്റാൻഡിൽ വന്ന് തുണി ഉരുക്കളയൊന്നും വെല്ലുവിളിച്ചു, മുട്ടയടിക്കുന്നു. എത്ര അമ്മമാരുടെ മുട്ട ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് റീല് കാണിച്ചു തരാം, ഓരോന്നിന്റെ റീല്. ഇത് വല്ലാത്തൊരു ചെയ്തായി പോയിട്ട് അമ്മമാര് ചെയ്യുന്നത്. ഈ തോക്കാം, നമുക്ക് തോൽവി അംഗീകരിക്കാം, പക്ഷെ ഇങ്ങനത്തെ ഒരു തോൽവി, അയ്യോ, അത് അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. കരഞ്ഞു കുഴപ്പമില്ല, പിള്ളേർക്ക് സ്കൂളിൽ പോകാതെ കരഞ്ഞ് തല്ലുകൊള്ളാൻ വേണ്ടിയിട്ട് അവധിയും തന്നിട്ടുണ്ടല്ലോ ഇന്നത്തെ ദിവസം. അതുകൊണ്ട് നല്ല രീതിയിൽ അലമുറയിട്ട് തുടച്ചിരുന്ന് കരഞ്ഞു, കുഴപ്പമില്ല. പക്ഷെ കണ്ണീരൊന്നും വരത്തില്ലെന്നാ തോന്നുന്നത്. കണ്ണീര് വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തോന്നണ്ടാ. ഈ പരിപാടിയോട് ഞാൻ യോജിക്കുന്നില്ല. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് ഈ UDF സുഖിപ്പിക്കലാണോ പരിപാടി? ഈ ആൾക്കാരിങ്ങനെ തടവി സുഖിപ്പിച്ച് നിർത്തുന്ന പരിപാടി. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും നാളില്ലാത്തൊരു പിള്ളേരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അവധി കൊടുക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ? ഇത്രയും നാളില്ലാത്ത കുറെ പരിഷ്കാരങ്ങളൊക്കെയാണ്. നമുക്ക് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് കുറച്ച് കരച്ചില് കാണാം, കുറച്ച് കരച്ചില് കണ്ടിട്ട് പോവാം. പൊരുതി തോറ്റെന്നൊന്നും ആരും വന്ന് പറഞ്ഞേക്കല്ലേ. പൊരുതി തോറ്റെന്നൊന്നും പറയാൻ പോലും പറ്റില്ല. തോൽവിയൊക്കെ ഒരു മയം വേണ്ട തോൽക്കുന്നതിനൊക്കെ. അർജന്റീന vs സ്പെയിൻ മത്സരത്തില് എനിക്ക് പറയാനുള്ളത് സ്പെയിനിനോടും സ്പെയിന്റെ ഇന്നത്തെ ചില ഫാൻസിനോടുമാണ്. അടിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ഗോൾ അടിച്ചോ, ചത്തു എന്ന് ഉറപ്പ് വരുത്തിക്കോ. എന്തെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അവന്മാര് തിരിച്ചു വരും. അവര് നിങ്ങൾക്ക് 80 മിനിറ്റ് സമയം തരും. ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തോ. അവസാനത്തെ 10 മിനിറ്റ് അത് അവരങ്ങ് തൂക്കും. അപ്പൊ കളി കഴിഞ്ഞിട്ടാണ്. അവസാനത്തെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7 മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്ത്, അതും കഴിഞ്ഞിട്ട് ഒരു 30 മിനിറ്റും കൊടുത്ത്, അതും കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കൊടുത്തിട്ട് തൂക്കാൻ പറ്റിയില്ലടാ മോനെ. ആ ബോളിലൊന്ന് തൊടാൻ പോലും അവന്മാര് സമ്മതിച്ചില്ല. ഇവനിപ്പോ എന്ത് ചെയ്യുന്നു? നീ പുതിയ വീഡിയോയിൽ ഇറക്കിയോ? ഇതുപോലെ കുറെ ആൾക്കാരും വെല്ലുവിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അവസ്ഥ എല്ലാരും ആലോചിക്കുന്നത്. ഇതാണ് ഫൈനല് കാണാൻ വേണ്ടി വന്നതാണ് ഈ കാണുന്ന ആൾക്കാരൊക്കെ. 12:30 മണിക്ക്, കൃത്യം 12:30 മണിക്ക് കറണ്ട് പോയി. ചിരിച്ചോളിയാണ് ചിരിച്ചോളി. സ്കൂളിന് അവധിയൊക്കെ കൊടുത്ത്, പക്ഷെ കറണ്ട് ഇല്ല. കറണ്ടിന് നീ വെള്ളക്കാ കുത്തി കാണുമോ? എന്നാൽ ഇന്ന് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് വലിയ കാര്യമായിരുന്നു. കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ഫോർച്യൂണർ ഞാൻ നിൽക്കുന്നത് ഫോർച്യൂണർ ബിഗ്ഗസ്റ്റ് ഡീൽ ഇൻ കേരള. ഇതിന്റെ ബാക്കിയൊന്നും ഇറങ്ങിയിട്ടില്ല. ഫോർച്യൂണർ എടുക്കുന്ന വീഡിയോ ഒന്നും ഇറങ്ങിയിട്ടില്ല. കിക്കൊക്കെ എവിടെ പോയോന്ന്. കിക്ക ഫോർച്യൂണർ കൊണ്ട് കണ്ടം വഴി പിടിക്കാണ്. നാളെ കാലത്ത് 10 മണിക്ക് ഇവിടെ 4ാമത്തെ സ്റ്റാർ കയറും. നാളെ കാലത്ത് 10 മണിക്ക് ഇവിടെ 4ാമത്തെ സ്റ്റാർ കയറ്റും. ഇത് കോൺഫിഡന്റ് അല്ല, ഇത് ഞങ്ങളുടെ അഹങ്കാരമാണ്. ആ ടീമിനോടുള്ള വിശ്വാസമാണ്. അഹങ്കാരം അങ്ങ് ഇപ്പൊ തീർന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. മറ്റേ സ്റ്റിക്കർ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടോ? ഇനി 4 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഒട്ടിക്കാം. അഹങ്കാരം, ഈ അഹങ്കാരം കൊണ്ടാണ് എല്ലാരും കൂട്ടത്തോടിട്ട് ഊക്കുന്നത്, വട്ടത്തിലിട്ട് ഊക്കുന്നത്. ഇന്നത്തെ കളിയിൽ അർജന്റീന എങ്ങനെ തോറ്റു കഴിഞ്ഞാ ഞാൻ ജീവിതത്തിൽ അങ്ങോട്ട് കല്യാണം കഴിക്കൂല. ഇന്നത്തെ കളിയിൽ അർജന്റീന എങ്ങനെ തോറ്റു കഴിഞ്ഞാ ഞാൻ ജീവിതത്തിൽ അങ്ങോട്ട് കല്യാണം കഴിക്കൂല. അത് നല്ലൊരു തീരുമാനമാണോ മോനെ? നല്ലൊരു തീരുമാനം. ഇനിയിപ്പോ പെണ്ണ് കിട്ടാഞ്ഞിട്ടാണ് കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്നുള്ള ചീത്തപ്പേര് വേറെ പറയണ്ടല്ലോ. ഈ വീഡിയോ ആണ് കാണേണ്ടത്. അവന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് നിങ്ങൾക്ക് എന്താ പറയാ പോലെ നിങ്ങൾ തോക്കും, അർജന്റീന തോക്കും. ഇന്ന് അർജന്റീന തോറ്റു കഴിഞ്ഞാല് തിരൂർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അക്ബർ കഴിഞ്ഞൊരു വീഡിയോ മുന്നേ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ രണ്ടും നടന്നിന്. നിങ്ങൾ എതിരൊന്നും ചെയ്തില്ല. പെരിച്ചനല്ല. ഇന്ന് ഞങ്ങൾ ജയിക്കാണ്ടെങ്കിൽ അഥവാ അർജന്റീന തോക്കാൻ ഞങ്ങളെ കളിയാണ്. തോക്കാണ്ടെങ്കിൽ തിരൂർ ബസ് സ്റ്റാൻഡിൽ ഒരു വീഡിയോ മുന്നേ പറഞ്ഞു, മൊത്തം അയച്ചിട്ടിട്ട് തിരൂർ ബസ് സ്റ്റാൻഡിൽ ഞാൻ ഉച്ചലിക്ക് നിക്കണോ? ഇല്ലെങ്കിൽ അർജന്റീന ഇന്ന് ജയിക്കാണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അത് പോട്ടെ, നിങ്ങളെ ഒന്നും വേണ്ടെങ്കിൽ ഞാൻ ഒന്നും നീ നിന്നാ
തിരൂർ ബസ് സ്റ്റാൻഡിൽ ഇന്ന് ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഷോ കാണാൻ പറ്റുന്നതാണ്. എന്റെ പൊന്നെണ്ണ, കപ്പ് ഇന്ന് കിട്ടില്ല, 4 വെള്ളം കഴിഞ്ഞ് പിടിക്കാം. പക്ഷെ മാനം പോയി കഴിഞ്ഞാൽ അത് എന്നേക്കുമായിട്ടുള്ള പോക്ക. ഇങ്ങനെയുള്ള ബെറ്റൊന്നും വെച്ചേക്കല്ലേ. ചുണ്ണാമണിക്ക് മുകളിലല്ല ഒരു കപ്പും. അതത് മനസ്സിലാക്ക്. ഇങ്ങനെയുള്ള കുറെ വേടലകൾ ഇറങ്ങിയിട്ടുണ്ട്. കളി തോറ്റന്റെ ഫ്രസ്ട്രേഷൻ കണ്ട് ഇടിച്ചു തീർക്കുകയാണ്. ഈ നാണം ഉണ്ടോ കുമാർക്ക്? തോറ്റ് 8 കിലോ പൊട്ടി. നാണം കിട്ട് തോൽവി മിണ്ടാകെ പൊക്കൂടെ? എന്തിനാണ് ഈ കയ്യാങ്കളിക്ക് നിൽക്കുന്നത്? ആ റാമോസ് എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇടിച്ചിട്ട് അവിടെ ഒരു ഗാലറി കോട്ടിട്ട് ടിപ്പുണ്ട്. കൂട്ടുകൂറ്റി വന്നതിനിപ്പെടുത്തിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട്. തോറ്റതും പോരാഞ്ഞിട്ട് കിടന്ന് മെഴുകി. എനിക്ക് തോന്നുന്നു കളി കഴിഞ്ഞതിന് ശേഷവും ബോൾ കയ്യിലോട്ട് കൊടുത്തില്ല. തൊടാനൊരു ആഗ്രഹം കൊണ്ട് ചെന്നപ്പോഴെങ്ങനെ വല്ല ഓടാന്ന് പറഞ്ഞാണ്. ഏതാ ടീം? ഏതാണ്? അർജന്റീന. അർജന്റീന ഈ പ്രാവശ്യം തോറ്റിക്കാണെങ്കിൽ എന്താ ചെയ്യാ? ഞാൻ മൊട്ട അടിച്ചിട്ട് ഈ കോഴിക്കോട് ബീച്ച് മൊത്തം ഉറപ്പാണ്. നിങ്ങൾക്ക് എന്താ പറയണ്ട? അർജന്റീനോ എന്തോരം മുട്ടകൾ ഈ വട്ടം വിരിയുമെന്നറിയോ കേരളത്തിൽ? ഇന്നായിരിക്കും ഏറ്റവും കൂടുതൽ മുട്ടകൾ വിരിയുന്നത്. പെൺമുട്ട, ആൺമുട്ട, എല്ലാ മുട്ടകളും ഇന്ന് വിരിയും. പിന്നെ കിട്ടിയില്ലെങ്കിൽ സീനില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു കരയുന്നേ? അതൊരു നല്ല കാര്യല്ലേ. സാരമില്ല, അടുത്ത എന്താണ് വേൾഡ് കപ്പിനെ നമുക്ക് കപ്പ് എടുക്കാം. എന്നാലും സ്പെയിന്. അപ്പം ഇതിനാണ് നമ്മുടെ സർക്കാർ അവധി പ്രഖ്യാപിച്ചത്. പിള്ളേർക്ക് സ്കൂളിൽ പോകാതെ വീട്ടിൽ ഇരുന്ന് കഥ അടച്ചിരുന്ന് സന്തോഷമായി ഇരുന്ന് കരയുക. പിള്ളേരുടെ വികാരം മനസ്സിലാക്കി പെരുമാറുന്ന ഒരു ഗവൺമെന്റ്. കറണ്ട് കട്ടും കൂടെ ഒന്ന് നിർത്തായിരുന്നു കേട്ടോ. എന്നാ അർജന്റീന ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മുടിയുണ്ടല്ലോ, ഈ പകുതി ഞാൻ ഇങ്ങനെ വടിക്കും. എന്നിട്ട് ഈ പകുതി മുടി ഇങ്ങനെ ഇട്ട് ഞാൻ ഇങ്ങനെ നടക്കും. മീശ ഇവിടെ നിന്ന് ഇങ്ങനെ പകുതി വടിക്കും. ഉറപ്പല്ലേ? ഉറപ്പ്. ഇല്ലെങ്കിൽ പകുതി പഠിച്ചാൽ അതിരിക്കുന്നുണ്ട്. എല്ലാ കാര്യമുണ്ട്. എവിടെ കൊണയാണ് കേൾക്കേണ്ടത്? ഇത്രയും വെറുപ്പിച്ച ഒരു പെങ്കൊച്ച്, ഒരു തീട്ടം അർജന്റീന ഫാൻ. നമ്മളും അർജന്റീന സപ്പോർട്ട് ചെയ്യുന്ന, പക്ഷെ അർജന്റീന സപ്പോർട്ട് ചെയ്യുന്നവർ പോലും വെറുക്കുന്ന ഒരു സാധനം. ഒരു ഓർമ്മപ്പെടുത്തൽ, ജയിച്ചത് ബ്രസീലോ പോർച്ചുഗലോ അല്ല, സ്പെയിനാണ്. അർജന്റീന തോറ്റതിന് ഞങ്ങൾ അർജന്റീന ഫാൻസിനെ ട്രോളാൻ വരുന്നു. സെമി ഫൈനലിലും ജയിച്ചിട്ട് വന്നോമാരുടെ ട്രോള് കേട്ടോ. മെസ്സി അല്ല അന്തസ്സായിട്ട് 8 ഗോളും 4 അസിസ്റ്റും കൊണ്ടാണ് കളം വിടുന്നത്, അല്ലാതെ വെറും കൈയോടെ അല്ല. പിന്നെ ഞങ്ങൾ അർജന്റീന ഫാൻസിന് വേറൊരു ടീമിനെ 100 താങ്ങാൻ പോകത്തില്ല കേട്ടോ. ജയിച്ചാലും തോറ്റാലും ഞങ്ങളൊന്നും ഒറ്റക്കെട്ട, അല്ലാതെ നിങ്ങളെ പറത്തിലൊന്നും പഴയ ഒരു പവറില്ലല്ലോ. എന്താ പറ്റുമുള്ളേ? കണ്ണീര് ഉടച്ചിട്ട് വന്നിരുന്ന് പറയാൻ തോന്നുന്നു. കണ്ണീര് ഉടച്ചിട്ട് വന്നിട്ട് വീഡിയോ എടുക്കുക. പക്ഷെ ഇവള് ഒരു ഫാൻ ഒന്നും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് കുറെ ക്രിയേറ്റേഴ്സ് വരുമല്ലോ ഈ സമയത്ത്. ഫുട്ബോളൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീട്ടം വാരി എറിഞ്ഞ് ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ മുതലെടുത്ത് അതിനകത്ത് വെച്ച് ഫോളോവേഴ്സും വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറെ എണ്ണം വരുമല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധനമാണിത്. അല്ലാതെ ഇവളൊരു പ്രോപ്പർ ഫാനായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. ഇപ്പം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊരു വിവാദമാണ് റോഡ്രി മെസ്സിയുടെ ഗോൾഡൻ ബോൾ തട്ടിയെടുത്തു എന്നുള്ളത്. എന്തുകൊണ്ട് റോഡ്രിക്ക് ഗോൾഡൻ ബോൾ നൽകി എന്നുള്ളതിൻ്റെ ഒരു സംഭവം. കാര്യം റോഡ്രിയുടെ വക ഇതൊരു അസിസ്റ്റ് ഒന്നും നടന്നിട്ടില്ല, ഗോളൊന്നും അടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മെസ്സി 8 ഗോളും 4 അസിസ്റ്റ് നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് റോഡ്രിക്ക് ഈ ഒരു സാധനം കിട്ടി എന്നുള്ളതിൻ്റെ ഒരു ഫൈനലിന് തൊട്ട് മുമ്പ് വന്ന ഒരു റിപ്പോർട്ട് ഞാൻ കാണിക്കാം. മുമ്പിൽ കളിക്കുന്ന സ്ട്രൈക്കർമാരും വിങ്ങർമാരും ഗോളടിച്ച് കൈയടി നേടുമ്പോൾ ആർക്കും പിടികൊടുക്കാതെ കളി നിയന്ത്രിക്കുന്ന സ്പെയിനിന്റെ എഞ്ചിനാണ് മുൻ ബാലൻഡിയർ ജേതാവ് കൂടിയായ ഈ മാഞ്ചസ്റ്റർ സിറ്റി താരം. വെറുമൊരു മിഡ്ഫീൽഡർ മാത്രമല്ല അവൻ, മൈതാനത്തെ മുഴുവൻ തന്റെ നിയന്ത്രണത്തിലാക്കുന്ന ഒരു വൻ സാമ്രാജ്യമാണ് അവൻ പടുത്തുയർത്തുന്നത്. അതിന് തെളിവാണ് ഈ ലോകകപ്പിൽ അവൻ കുറിച്ച സമാനതകളില്ലാത്ത ചരിത്ര റെക്കോർഡുകൾ. ഈ ടൂർണമെന്റിൽ മാത്രം 705 പാസുകൾക്ക് ശ്രമിച്ചതിൽ 655 പാസുകളും കൃത്യമായി സഹതാരങ്ങളിലേക്ക് എത്തിച്ച് ലോകകപ്പ് ചരിത്രത്തിൽ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ പാസുകൾ പൂർത്തിയാക്കുന്ന കളിക്കാരൻ എന്ന എക്കാലത്തെയും വലിയ റെക്കോർഡാണ് റോഡ്രി സ്വന്തമാക്കിയത്. 92.9% എന്ന അവിശ്വസനീയമായ കൃത്യതയോടെയാണ് അവൻ ഈ നേട്ടം കൈവരിച്ചത്. 2022 ഖത്തറിൽ താൻ തന്നെ സ്ഥാപിച്ച 638 പാസുകളുടെ സ്വന്തം റെക്കോർഡാണ് റോഡ്രി ഇവിടെ തിരുത്തിക്കുറിച്ചത്. 1966 റെക്കോർഡുകൾ സൂക്ഷിക്കാൻ തുടങ്ങിയതിനു ശേഷം ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പാസുകൾ പൂർത്തിയാക്കിയ 2 റെക്കോർഡുകളും ഇപ്പോൾ ഈ ഒറ്റ മനുഷ്യന്റെ പേരിലാണ്.
മൈതാനത്ത് അവൻ വരുത്തിയ സ്വാധീനം വെറും പാസുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഈ ലോകകപ്പിൽ 794 ടച്ചുകളുമായി കളിയുടെ ഗതി മുഴുവൻ റോഡ്രി തന്റെ കാലുകളിൽ സൂക്ഷിച്ചു. എതിരാളികളുടെ ബോക്സിന് തൊട്ടടുത്ത്, അതായത് ഫൈനൽ തേർഡിൽ മാത്രം 173 പാസുകളാണ് അവൻ സഹതാരങ്ങൾക്ക് നൽകിയത്. അതും 92.5% എന്ന അപാരമായ കൃത്യതയോടെ. പ്രതിരോധത്തിൽ പൗക്കുബാസിക്കും ലപ്പോട്ടയ്ക്കും ഒരു കവചമായി നിൽക്കുന്ന റോഡ്രി തന്നെയാണ് സ്പെയിനിന്റെ അക്രമങ്ങൾക്ക് പിന്നിൽ നിന്ന് ഈ നമ്പറുകളിലൂടെ ജീവൻ നൽകുന്നത്. ഇനി വരുന്നത് ലോകകപ്പിന്റെ കലാശപ്പോരാണ്. അവിടെ റോഡ്രിക്ക് നേരിടേണ്ടി വരുന്നത് മെസ്സിയും എൻസോ ഫെർണാണ്ടസും അടങ്ങുന്ന അർജന്റീനയുടെ അതിശക്തമായ മധ്യനിരയെയാണ്. കളിയിലുടനീളം ലയണൽ മെസ്സിയിലേക്ക് പോകുന്ന പന്തുകളുടെ വഴി അടയ്ക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഫൈനലിൽ റോഡ്രിയെ കാത്തിരിക്കുന്നത്. മധ്യനിരയുടെ ഭരണം ഈ റെക്കോർഡ് രാജാവ് കൈക്കലാക്കുമോ അതോ അർജന്റീന അവനെ പൂട്ടുമോ? ലോകം ഉറ്റുനോക്കുകയാണ്. പൂട്ടി, അല്ല വെടിപ്പായിട്ട് പൂട്ടി. മെസ്സിയെയും പൂട്ടി, അർജന്റീനയും പൂട്ടി, ഫെർണാണ്ടസിന് റെഡ് കാർഡ് കിട്ടി പുറത്താകുകയും ചെയ്തു. ഈ കണക്കുകളൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഗോളിന്റെ നമ്പർ അല്ലെങ്കിൽ അസിസ്റ്റിന്റെ ഒക്കെ എണ്ണം എടുത്തു വെച്ച് നോക്കുമ്പോൾ മെസ്സിയാണ് മുന്നിൽ. പക്ഷെ റോഡ്രിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഗോൾ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റവനും ബോൾ കൊടുക്കാതെ അവന്മാരെ മാനസികമായി തളർത്തി ഏറ്റവും അവസാനം 1-2 ഗോൾ അടിച്ച് ജയിക്കുന്ന പരിപാടി ഇവന്മാർ കാണിച്ചിട്ടുള്ളത്. മൊത്തം ഈ ഒരു വേൾഡ് കപ്പിൽ സ്പെയിൻ അടിച്ചത് 14 ഗോൾ അടിച്ചിട്ടുള്ളൂ. പക്ഷെ അർജന്റീന 19 ഗോൾ അടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഈ എൻ്റെ ടൂർണമെന്റിൽ. അർജന്റീന 8 ഗോൾസ് കൺസീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്പെയിൻ ആകെ കൂടി കൺസീഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഗോൾ മാത്രമാണ്. അതും ബെൽജിയമാണ് അടിച്ചത്. വേറെ ആരും ഒരു ടീം പോലും സ്പെയിനെതിരെ ഗോൾ അടിച്ചിട്ടില്ല. ഈ സ്പെയിനിന്റെ ഗോൾ കീപ്പറിന്റെ നമ്പർ ഓഫ് സേവ്സിന്റെ എണ്ണം എടുത്ത് തന്നെ മനസ്സിലാവും ഉമാരുടെ കാര്യം കൊണ്ടുള്ള പരിപാടി എന്താണെന്ന്. കാര്യം ബോൾ മറ്റവർക്ക് കൊടുക്കണ്ടാ, എന്നാലേ ഇവന്റെ ഗോൾ കീപ്പറിന്റെ അടുത്തോട്ട് ചെല്ലാൻ സമ്മതിക്കത്തുള്ളൂ. അത് ചെല്ലാൻ സമ്മതിക്കത്തില്ലെന്നേ. മൊത്തം 10 വട്ടമാണ് പുള്ളി ഈ കളിയിൽ ഈ ടൂർണമെന്റിൽ സേവ് ചെയ്തിട്ടുള്ളത്. മൊത്തം 10 വട്ടം. എനിക്കൊന്ന് ഏറ്റവും കുറവ് പണിയെടുത്ത വ്യക്തി ഇവന്മാരുടെ ഗോൾ കീപ്പർ ആയിരിക്കും. അപ്പം ഗോളിന്റെ എണ്ണവും അസിസ്റ്റിന്റെ എണ്ണവും ഒക്കെ തള്ളിയിട്ട് പുള്ളിക്ക് ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും അവര് നോക്കിയിട്ടായിരിക്കണം. അല്ലെങ്കിൽ കമ്മിറ്റി ടീമിനല്ലേ കൊടുക്കത്തുള്ളൂ. എന്താ പറയാനോ, ചരിത്രം എഴുതാന് എല്ലാവരും കൊണ്ട് പറ്റും. പക്ഷെ ചരിത്രം സൃഷ്ടിക്കാൻ പോരാളികളെ കൊണ്ട് പറ്റുള്ളൂ. ആ സൃഷ്ടിച്ചെണ്ണ ഇന്നലത്തെ കളി ചരിത്രമായിരുന്നു. ഒരു ഷോട്ട് പോലും ടാർഗറ്റ് നോക്കി അടിക്കാതെ ഫൈനലി ചരിത്രം അവന്മാര് സൃഷ്ടിച്ച്. മൊത്തം ഇന്നലത്തെ സ്റ്റാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ചരിത്രമാണ്. വല്ലാത്തൊരു ചരിത്രം കേട്ടാ. ഇനി ആർക്കെങ്കിലും ആ ചരിത്രം തിരികെ കുറിക്കാൻ പറ്റുമെന്നൊരു സംശയമാണ്. അടികൊള്ളുണ്ടെങ്കിൽ മുണ്ട അർജന്റീന, ചെരുപ്പ് അർജന്റീന. പറിക്കടാ, പറിക്കുന്നുണ്ട്. കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് പറിച്ച് കളയുന്നതാണ് നല്ലത്. കാര്യം ഇതുമായിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പാ ഫൈനലിൽ വരെ എത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫൈനലിൽ ഒറ്റ കളി കൊണ്ടാകുമ്പോൾ ഫൈനലിൽ വരെ എത്തിയത് മൊത്തം വെള്ളം മറ്റേ കലവും ചട്ടി ഉടച്ച പോലത്തെ സെറ്റപ്പാ കളി കളിച്ചത്. ഇതുമായിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഊക്ക് വണ്ടി ഉറപ്പില്ല. യാതൊരു ഡിഫൻഡർ എടുത്തായിട്ട് അതിനകത്ത് ഒട്ടിച്ച് വെച്ചാൽ അവന്റെ ഫസ്റ്റ് എന്തിനാണോ എന്തോ. ഒരു കാര്യം നന്നായി, ചിലപ്പോൾ മുൻകൂട്ടി തോൽവി മനസ്സിലാക്കിയിട്ട് സ്കൂളിൽ പോയി കിടന്ന് തല്ലും പിടി ഉണ്ടാക്കേണ്ട, സ്കൂളുകാരുടെ മണ്ടയ്ക്ക് ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവധി കൊടുത്തത്. ഇപ്പൊ റോഡിൽ കിടന്നുള്ള തല്ലും പിടിയല്ലേ ഉള്ളു. ആരൊക്കെ വെക്കണേ സ്പെയിന്റെ? രണ്ടാളുള്ളൂ. രണ്ടാൾ എത്രയാണിത്? ബംഗാളിൽ വന്നിട്ട് ഇവിടെ ഫ്ലെക്സ് വെക്കണോ? ഏതിന്റെയാണ്? ഇത് 6-7 ആഴ്ചക്ക് മുമ്പ് വെച്ച സാധനമാണ് ഈ ഫ്ലെക്സ്. അവന്മാരുടെ സന്തോഷം ഇപ്പൊ എന്തായിരിക്കും. മുടക്കിയ പൈസ തിരിച്ചു കിട്ടിയ ഒരേ ഒരു ടീം മുടക്കിയ പൈസ ആക്കി. ബ്രസീലും കിട്ടിയില്ല, പോർച്ചുഗലും കിട്ടിയില്ല, അർജന്റീനയും കിട്ടിയില്ല, ഓർക്കും കിട്ടിയില്ല. അമ്മ രണ്ടുപേരുടെ പൈസ ഉണ്ടെങ്കിൽ ചെറിയൊരു ഫ്ലെക്സ് അതിന്റെ ഓറയൊന്നും നോക്കിയപ്പോ അയ്യോ. അർജന്റീന 2-1 അർജന്റീന ജയിക്കും. ആ സ്പോട്ട് കളി അതിനാണ് ഗൂഗിൾ പേ അങ്ങോട്ട് ഇങ്ങോട്ട് അയച്ചോളാം. പക്ഷെ ഗൂഗിൾ പേ 1 ലക്ഷം അയക്കാൻ പറ്റില്ല. ഇല്ല 50 ഇന്നും 50 നാളെ അയച്ചുതരാം. ഓക്കെ. നീ എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് അർജന്റീന തോക്കും. ഓക്കെ, നോക്കാം. കളി നോക്കി നിൽക്കാം നമുക്ക്. ഫുട്ബോൾ പ്രേമികൾക്ക് ഇന്നൊരു അവസരം ഉണ്ടെങ്കിൽ തോക്കിട്ട് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രേക്ഷകരെ നോക്കോട്ടെ. ശാന്തി തിയേറ്ററിലാണ് ഇത് കളി കാണാൻ വന്നത്. സിനിമ കാണാൻ വേണ്ടിട്ട് വന്നല്ല, കളി കാണാൻ വേണ്ടി തിയേറ്ററിൽ വന്നിട്ടുണ്ട്. എന്താ മോനെ എല്ലാം നീക്കണ്ട്. അവന്റെ മോന്റെ അത് കാണിച്ചായിരുന്നെങ്കിൽ. അലർജി ഇല്ലാട്ടാ. നീ മുങ്ങിക്കോട്ടാ.
മുങ്ങിക്കോ അശ്വതി മുങ്ങിക്കോ തീരെ ഞാന് അത് മതി 30 ബാക്കി നാളെ അയച്ചു പ്രേക്ഷകരെ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. എന്നാലും കളിയാകുമ്പോ തോക്കും ജയിക്കില്ല. 20,000 രൂപ കുറച്ചിട്ടുള്ള വാക്കാ നീ പാലിച്ചത്. 50 ഇന്ന് 50 നാളെ എന്നാ പറഞ്ഞത്. ഇപ്പൊ 30 നീ കൊടുക്കുന്നുള്ളു. പക്ഷെ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. പൈസ എന്തായാലും അയച്ചു കൊടുക്കണം. ഓക്കെ, തൽക്കാലം എന്റെ അടുത്ത് ഉള്ള പൈസയാണ് 30,000. ബാക്കി ഞാൻ എനിക്ക് പിന്നെ തരാം. ഓക്കെ, പിന്നെ നാളെ കിട്ടിയ വൈകിട്ട് തച്ചു പൊട്ടിക്കും. ബാക്കി 70,000 കിട്ടിയിലേക്ക് തൽക്കാലം ഞമ്മ ഇത് ചെയ്തു കൊടുത്തിന്. നമ്മൾ അത്ര നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതലൊന്നും ചെയ്യാലും 30,000 തരൂല. ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പരിപാടിയൊക്കെ നല്ലത്, ഒരുത്തിന് ഉപകാരപ്പെടുമല്ലോ. നിമിത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞതിനാണ് മറ്റു 2010 ആവർത്തിച്ച് 2010 സ്പെയിൻ കപ്പടിക്കുമ്പോൾ ആ വേൾഡ് കപ്പിൽ ആദ്യത്തെ മാച്ച് നടന്ന സൗത്ത് ആഫ്രിക്ക മെക്സിക്കോ ആയിരുന്നു. 2026 ആദ്യത്തെ മാച്ച് നടന്നത് സൗത്ത് ആഫ്രിക്ക മെക്സിക്കോ ആയിരുന്നു. 2010 സ്പെയിൻ ഗ്രൂപ്പ് എച്ചിലായിരുന്നു. 2026 സ്പെയിൻ ഗ്രൂപ്പ് എച്ചിലായിരുന്നു. 2010 സ്പെയിനിൽ ആദ്യത്തെ മാച്ചിൽ ഗോളൊന്നും അടിക്കാൻ പറ്റിയിട്ടില്ല. 2026 ആദ്യത്തെ മാച്ചിൽ സ്പെയിന് ഗോളൊന്നും അടിക്കാൻ പറ്റിയിട്ടില്ല. 2010 സ്പെയിനിൽ 8 ബാർസ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. 2026 സ്പെയിനിൽ 8 ബാർസ പ്ലേയേഴ്സ് ഉണ്ട്. 2010 പോർച്ചുഗലിനെ പ്രീ ക്വാർട്ടറിൽ തോൽപ്പിച്ചിട്ടാണ് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ കയറിയത്. 2026 പോർച്ചുഗലിനെ പ്രീ ക്വാർട്ടറിൽ തോൽപ്പിച്ചിട്ടാണ് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ കയറിയത്. 2010 റയൽ മാഡ്രിഡിൽ മൗറിഞ്ഞോ കോച്ചായിട്ട് വന്ന വർഷമായിരുന്നു. 2026 വീണ്ടും മൗറിഞ്ഞോ കോച്ചായിട്ട് വന്ന വർഷമാണ്. 2010 റയൽ മാഡ്രിഡിന് ട്രോഫി ഒന്നും ഇല്ലാത്ത വർഷമായിരുന്നു. 2026 റയൽ മാഡ്രിഡിന് ട്രോഫി ഒന്നും ഇല്ലാത്ത വർഷം. വീണ്ടും എല്ലാം അത് തന്നെ സംഭവിച്ചു. മന്ദാ സുട്ടാ സത്താർ റിപ്പീറ്റ്. ഇതെന്താണിത്? സെയിം അതുപോലെ തന്നെ വന്നല്ല. അതുപോലെ തന്നെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വേറൊരു സാധനമാണ് ഈ ഇവന്റെ കൂടെയുള്ള ഫോട്ടോ. കണ്ടിത് യമാലും മെസ്സിയും. 19 വർഷം മുൻപ് യുണിസെഫ് ധനസമാഹരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ കലണ്ടർ ഫോട്ടോഷൂട്ടിൽ മെസ്സിയുടെ കയ്യിലിരുന്ന കുഞ്ഞ് ഞായറാഴ്ച കലാശ പോരാട്ടത്തിൽ എതിരാളിയായി കൺമുന്നിൽ നിൽക്കും. ഈ ചിത്രമെടുക്കുന്ന സമയത്ത് യമാലിന് പ്രായം 5 മാസവും മെസ്സിക്ക് 20 വയസ്സും. മെസ്സിയെ ആരാധിച്ചു വളർന്ന യമാൽ മെസ്സി ഒഴിച്ചിട്ട ബാസയിലെ സിംഹാസനത്തിലേക്കാണ് എത്തിയത്. കുറെ 19ന്റെ കളിയുണ്ട്. കളി നടന്ന ഡേറ്റ് 19. യമാലിന്റെ ജേഴ്സി നമ്പർ 19. യമാലിന് നിലവിലുള്ള ഏജ് 19. മെസ്സി അന്ന് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പുള്ളിയുടെ ജേഴ്സി നമ്പർ 19. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 19 വർഷമായി. അതുപോലെ തന്നെ ഈ ഫോട്ടോ എടുത്ത സമയം നമ്മൾ റെയിൽവേ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ അതും 19. അങ്ങനെ തുരുതുര ഒരു 19ന്റെ കളിയാണ് നടക്കുന്നത്. ഈ ജെയ്സി ഇട്ടുകൊണ്ട് വീട്ടിൽ കയറുന്നതിന് മുന്നേ മുട്ട അടിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അടിച്ചിട്ടേ കയറുമോ? അടിച്ചോ? അടിച്ചോ? മുഹമ്മദാക്ക വെട്ടുമെന്ന് പറഞ്ഞാൽ വെട്ടി. കണ്ണൊക്കെ നരയുന്നു. എന്റെ ജെയ്സി നശിപ്പിക്കല്ലേ. കണ്ടല്ല വെട്ടോന്ന് പറഞ്ഞ കൊള്ളടാ. വൃത്തിയോടൊന്നുമില്ല, ഒരു ഐശ്വര്യമുള്ള മുട്ടയാ. കൊള്ള. അതാണ് വാക്ക്. ഓരോരോ അവസ്ഥകളെ. നമുക്കൊരു പാട്ടും കൂടെ കേട്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഈ തോൽവി അറിഞ്ഞു, അർജന്റീനയുടെ ഗോളുകൾ നിന്നു. ആ രാത്രി മാളത്തി കേറിയ പോർച്ചുഗീസ് ഫാൻസ് പുറത്തു വന്നേ. തോറ്റു തൂറിയിരിക്കുന്ന ഞങ്ങളെ കൊന്നുകൊല വിളിച്ചെന്റെ ദൈവേ. തോറ്റു തൂറിയിരിക്കുന്ന ഞങ്ങളെ കൊന്നുകൊല്ല വിളിച്ചെന്റെ ദൈവേ. കൂടെ കൂടെ ഞെട്ടി ഉണർന്നേ, വേമസെന്നു വിളിച്ചു കരഞ്ഞേ. തമ്മിൽ തമ്മിൽ തമ്മിലടിക്കേണ്ട മൂന്നാക്കും കിട്ടില്ല പൊന്നുകപ്പേ. ഫ്ലെക്സും ബോർഡും ഇന്ന് തന്നൂരണം മാനക്കെടലിട പൊന്നുമുത്തേ. ഊക്കും ട്രോളും ഒന്നിച്ചു വേണ്ടട നമ്മൾ നാളെയും കാണണ്ടയോ. വളരെ നല്ലൊരു പാട്ടായിരുന്നു അത്. കൊള്ളാം. ഊക്കുകൾ അവസാനിക്കുന്നില്ല.
ട്രോളുകൾ തുടരുന്നു. ഇതൊക്കെ കേൾക്കാൻ ഉള്ള ത്രാണി അർജന്റീന ഫാൻസിനുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും നല്ല രീതിയിലുള്ള പോക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഈ വീടിന്റെ അടിയിലും ഒരുപാട് കരച്ചിലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അർജന്റീന ഫാൻസ് ഇത് കേൾക്കാൻ 150% ഡിസർവിംഗ് ആണ്. ഒരു പൊരുതിത്തോറ്റ കളിയായിരുന്നെങ്കിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് പിടിച്ച് നിൽക്കായിരുന്നു. പക്ഷെ ഇത് അതുപോലും പറയാൻ പറ്റൂല. പൊരുതിത്തോറ്റടേന്ന് പോലും പറയാൻ പറ്റൂല. ദയനീയമായ പരാജയം, നാറിയ തോൽവി. അപ്പൊ ശരി, ബൈ.